എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുനലൂരിനടുത്ത് അലിമുക്ക് എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റർ സാബു അഞ്ചൽ. ഈ പാസ്റ്റർ ചില നാളുകളായി രോഗിയാണ്. സാബു പാസ്റ്റർ എനിക്ക് 4 വർഷമായിട്ട് പരിചയമുണ്ട്. നല്ല ഒരു സുവിശേഷ പ്രവർത്തകനാണ് അദ്ദേഹം. റോഡുകളിലും കവലകളിലും വഴിവക്കുകളിലുമൊക്കെ നിന്നുകൊണ്ട് പരസ്യയോഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പാസ്റ്റർ സാബു അഞ്ചൽ. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുണ്ട്. നിരവധി സുവിശേഷകരെ അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെ ആ സുവിശേഷകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ എനിക്ക് വീഡിയോ ആയി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. സാബു പാസ്റ്ററെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു രോഗിയാണ്. അടിയന്തരമായി തനിക്ക് ഒരു ഓപ്പറേഷൻ വേണം. തൻ്റെ യൂറിൻ ബ്ലാഡറിൽ ഒരു മുഴയുണ്ടാകുകയും അത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാതെ, എന്തിനേറെ അദ്ദേഹത്തിനൊരു വേദനാ സംഹാരി ഗുളിക വാങ്ങിക്കാൻ പോലും പൈസയില്ലാതെ ഭാരപ്പെടുകയാണ്. ഏതാണ്ട് 50,000-ലധികം രൂപ വേണം അദ്ദേഹത്തിന് ഇത് ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട്. അതിനുള്ള സാമ്പത്തിക ശേഷി തനിക്കോ തൻ്റെ കുടുംബത്തിനോ ഇല്ല. അങ്ങനെ വളരെ ഭാരപ്പെടുന്ന ഈ ദൈവദാസനെ സഹായിക്കുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക വഴി ലഭിക്കണം. രോഗിയായി താൻ കിടക്കുന്നു. യൂറിൻ ബ്ലാഡറിൽ മുഴയാണ്. ഒരു വേദനയ്ക്കുള്ളൊരു ഗുളിക പോലും വാങ്ങിക്കാൻ ഇവിടെ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. നമ്മുടെ എത്രയോ സുവിശേഷകന്മാർ വളരെ ധാരാളിത്തത്തിൽ ജീവിക്കുന്നു. എത്രയോ പണം അനാവശ്യമായി തന്നെ ചെലവഴിക്കുന്നു. നിങ്ങൾ പല സുവിശേഷകർക്കും ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇതുപോലെ സാധാരണക്കാരായ സുവിശേഷകരെ നിങ്ങൾ ഓർക്കണം. ഒരു കൺവെൻഷൻ പ്രസംഗത്തിനൊരു പാസ്റ്റർ വന്നാൽ 10,000, 15,000, 25,000 രൂപയൊക്കെ കൊടുത്താണ് വിടുന്നത്. എന്നാൽ സാധുക്കളായ ഒരുപാട് സുവിശേഷകർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ദയവായി എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ മുമ്പോട്ട് വരണം. നിങ്ങൾക്ക് നേരിട്ട് പാസ്റ്ററെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ളൊരു ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഉത്സാഹിക്കുക. നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന ആയുസ്സിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സാബു പാസ്റ്ററിൻ്റെ കുടുംബം 3 മക്കളാണ്. അവർ 3 കുട്ടികളും പഠിക്കുന്നു. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. അതുപോലെ കടബാധ്യതയുണ്ട്. അങ്ങനെ പല പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഗുണ്ടയായി കൂലിത്തല്ലും വഴക്കും മദ്യപാനവും ഒക്കെയായി നടന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുകയും സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇത്തരത്തിലുള്ള നിരവധി സുവിശേഷകന്മാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ പല വിശ്വാസികൾക്കും അതോടൊപ്പം തന്നെ സുവിശേഷ പ്രവർത്തകർക്കും നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്. ഒരു ചെറിയ സഹായം കൊടുത്താൽ ആ കുടുംബം രക്ഷപ്പെടും. അതുമാത്രമല്ല, അദ്ദേഹം ഓപ്പറേഷൻ ചെയ്ത് സൗഖ്യപ്പെട്ടാൽ വീണ്ടും ശക്തമായി സുവിശേഷ വേല ചെയ്യുവാൻ കടന്നു വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയും നിങ്ങൾ കഴിയുന്ന ഒരു സഹായം അദ്ദേഹത്തിന് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ളൊരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്.